എൻ്റെ ഒരു മുജീബ് റഹ്മാൻ എന്നാണ്. ഞാനിപ്പോൾ മലേഷ്യയിലാണുള്ളത്. ഞാനിവിടെ എത്തിയിട്ട് ഏകദേശം 30 വർഷമായി. ഒരു 95 കാലയളവിലാണ് ഞാനിവിടെ വന്നത്. സാധാരണ പല ജോലികളിലും ഏർപ്പെട്ടിരുന്നു. അതിൽ എനിക്ക് വന്നു പോകാൻ പറ്റിയത് സൂപ്പർ മാർക്കറ്റിലാണ്. ഞാനത് കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിയത്. അപ്പോൾ അതങ്ങനെ അതിലെ കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മളും ചെറുതായിട്ട് ചെറിയ രീതിയിൽ ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ടിപ്പോൾ 2-3 ബ്രാഞ്ചുകൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ വേറെ മേഖലകളിലും കൈവച്ചിട്ടുണ്ട്. ഇവിടുത്തെ കിൻഡർഗാർട്ടൻ അതും നമ്മളൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 ബ്രാഞ്ച് ഉണ്ട്. നമ്മൾ സ്റ്റാറിൻ എന്ന് പറഞ്ഞ കിൻഡർഗാർട്ടൻ്റെ ഫ്രാഞ്ചൈസി എടുത്ത് ചെയ്യുന്നുണ്ട്. അത് വളരെ വിജയകരമായി പോകുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ മലേഷ്യയിലെ ചിക്കിങ്, നമ്മളെ മലേഷ്യയിൽ അധികം ബ്രാഞ്ചുകളൊന്നും ആയിട്ടില്ല. ചിക്കിങ്ങിൻ്റെ ഫ്രാഞ്ചൈസും ഞാനും പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടൂറിസം, ഇവിടെ മലേഷ്യയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയായിട്ട് ഇങ്ങനെ മലേഷ്യയിൽ ഇങ്ങനെ നിന്ന് പോകുന്നു. അതോടുകൂടി തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളുമായിട്ട് പ്രവാസി മലയാളി അസോസിയേഷൻ എന്നൊരു സംഘടനയുടെ കൂടെ പ്രവർത്തിച്ചു വരുന്നു. അങ്ങനെയൊക്കെയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പിന്നെ പ്രധാനമായും മലേഷ്യയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് മലേഷ്യ. ഏത് സമയത്തും ഏത് കാലാവസ്ഥയിലും ആളുകൾക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് മലേഷ്യ. മറ്റ് സ്ഥലങ്ങളിലെ പോലെ കാലാവസ്ഥ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ഒരു ഇതും നമ്മളെ ടൂറിസത്തെ ബാധിക്കുന്നില്ല മലേഷ്യയിൽ. അതുകൊണ്ട് ഏത് സമയത്തും ആളുകൾക്ക് വന്ന് സന്ദർശിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് മലേഷ്യ. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട്. പർവ്വതങ്ങളും മലകളും നിറഞ്ഞ സ്ഥലങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ഊട്ടി പോലെയുള്ള സ്ഥലങ്ങൾ, അതുപോലെ തേയിലത്തോട്ടങ്ങളും സ്ട്രോബെറി തോട്ടങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി. കാമറൂൺ ഹൈലൻഡ് എന്ന് പറഞ്ഞ സ്ഥലം, അവിടുന്ന് സറവാക്ക് എന്ന് പറഞ്ഞിട്ട് 2 ദ്വീപുകൾ മലേഷ്യയിൽ നിന്ന് കുറച്ച് ദൂരമായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടേക്കും ഒരുപാട് യാത്രക്കാർ വന്ന് പോകുന്നുണ്ട്. നാട്ടിൽ നിന്നും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു സംവിധാനങ്ങൾ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാര്യങ്ങൾ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ട കാര്യങ്ങൾ, ഗൈഡൻസും അതുപോലെ തന്നെ അവർക്ക് വേണ്ട താമസം സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ബിസിനസ്സൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മളിവിടെ ചെയ്യുന്ന ടൂറിസം എങ്ങനെയാണെന്ന് കരുതിയാൽ, നമുക്ക് വരുന്ന ആളുകളുണ്ടല്ലോ, ഇവിടേക്ക് സന്ദർശിക്കാൻ വരുന്ന ആളുകൾക്ക് അവർക്ക് ഏത് തരത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അവർക്ക് എത്ര ദിവസം വേണം, ഏത് കാറ്റഗറിയിലുള്ള താമസമാണ് വേണ്ടത്, ഏത് കാറ്റഗറിയിലുള്ള ഭക്ഷണമാണ് വേണ്ടത്, അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ താമസവും അതുപോലെ തന്നെ ഭക്ഷണവും യാത്രാ സൗകര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ മലയാളികൾക്ക് എപ്പോഴും മലയാളി ഡ്രൈവർമാർ കൂടെ ഉണ്ടാകുക എന്നുള്ളതൊരു ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരെ മാക്സിമം അവർക്ക് സന്തോഷപ്പെട്ട രീതിയിലുള്ള യാത്രാ അനുഭവങ്ങളുമായി തിരിച്ചു പോകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് നമുക്ക് റെഗുലർ കസ്റ്റമർ എന്ന് തന്നെ പറയാം. അങ്ങനെ കുറേ ആളുകളുണ്ട്. അവർ മുഖാന്തരം കേട്ടറിഞ്ഞ് വരുന്നവരുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ അവർക്കുള്ള നല്ല പാക്കേജുകളൊക്കെ കൊടുത്ത് നമ്മളിപ്പോൾ ഇവിടെ ആ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ മലേഷ്യയിൽ ഇപ്പോൾ വരാനായിട്ട് ഒരുപാട് ഈസിയാണ്. കഴിഞ്ഞ വർഷം വിസ ഫ്രീ ആയിട്ടായിരുന്നു, ഈസി ആയിട്ട് ഇവിടെ വരാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ അതിപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ 2 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ആ വിസ സൗകര്യം. വിസ ഇല്ലാതെ അതിനുള്ള ഒരു സൗകര്യം 2 വർഷത്തേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. 2026 ഡിസംബർ ലാസ്റ്റ് വരേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ പിന്നെ വിസ എടുക്കണം. അതായത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് മലേഷ്യക്ക് തന്നെ വരണമെങ്കിൽ മൾട്ടിപ്പിൾ വിസ അങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് തായ്ലൻഡിലേക്ക് പോകാം, തായ്ലൻഡിൽ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ കയറാം. അത് അവർ വരുന്ന സമയത്ത് അറൈവൽ കാർഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് വരാം. അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലേക്കും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ചെയ്യുന്നത് സിംഗപ്പൂർ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ അങ്ങനെയുള്ള ഈ 4 സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമ്മൾ ലഭ്യമാക്കി കൊടുക്കുന്നതാണ്. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്.